ഹലോ വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ഓർഗനൈസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. അപ്പോൾ ഈയിടെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പ്, വിഷ്ണു എന്ന് പറയുന്ന ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗജവീരൻ. അപ്പോൾ അതിനെ ആസ്പദമാക്കിയ ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ടാണ്. ഞാൻ ഇത്രയും നാളായിട്ടും ആദ്യമായിട്ടാണ് ഒരു ഏകാദശി കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. ധാന്യങ്ങളൊന്നും ഉപയോഗിക്കാതെ പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിച്ചിട്ട്. അപ്പോൾ അതിന് മുമ്പൊക്കെ ഞാനിങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി രാത്രിയാകുമ്പോൾ ഗോതമ്പിൻ്റെയൊക്കെ കഴിച്ച അങ്ങനെ. അപ്പോൾ ഈ ഏകാദശി വ്രതം എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു കൺസെപ്റ്റിൽ അത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കാര്യം, മാസത്തിൽ ഒരിക്കൽ നമ്മുടെ ബോഡി ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ശുദ്ധീകരിക്കാനുണ്ട്, പ്യൂരിഫൈ ചെയ്യാനുണ്ട്. അതിപ്പോൾ സയൻറ്റിസ്റ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് വലിയ കാര്യമായിട്ടാണ്. ഇതൊക്കെ എത്രയോ കാലം മുമ്പ് നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത്, നമ്മളങ്ങനെ അത് ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടുകയാണ്, വയറിന് റെസ്റ്റ് കിട്ടുകയാണ്. നമ്മുടെ ആവശ്യമില്ലാത്ത സെൽസൊക്കെ നമ്മുടെ ശരീരത്തിന് തന്നെ എന്താ പറയുക, കൺസ്യൂം ചെയ്യാനുള്ള കഴിവുണ്ട്. അതപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ക്യാൻസറസ് സെൽസിൻ്റെ ഒക്കെ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമ്മൊബിലിറ്റിയുടെ കൂടെ ഒരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ എല്ലാ സെൽസും ഒന്നൊരു റീജുവനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റ് കൊടുക്കുകയാണ് ശരിക്കും മാസത്തിലൊരിക്കൽ എടുക്കുക എന്ന് പറയുന്നത്. അന്ന് ഫ്രൂട്ട്സും ഇതുമാകുമ്പോൾ നമ്മുടെ ഈ പറയുന്ന അൺവാണ്ടഡ് സെൽസൊക്കെ ഡിസ്ട്രോയ് ചെയ്യും ഒരു പരിധി വരെ. അതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കണിശമായിട്ടും എത്ര കൃത്യതയോടും കൂടിയിട്ടാണ് ഇതൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരൊക്കെ പല കാര്യങ്ങളും പറയും, പക്ഷെ അതൊന്നും അല്ല സത്യം. ഒരിക്കലും നമ്മുടെ ഹിന്ദു കൺസെപ്റ്റുകൾ അന്ധവിശ്വാസങ്ങളിലേക്ക് ആവുന്നില്ല. അതിനൊക്കെ ബിഹൈൻഡ് എവ്രിതിങ് ദർ ഇസ് എ സയൻസ്. അതാണ് ആ ഒരു കൾച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് നമ്മുടെ ഗോവിന്ദപുരത്തെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ ഭഗവാൻ തോന്നിപ്പിക്കുകയാണ്, അങ്ങോട്ട് വാ അങ്ങോട്ട് വാ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഈ പറഞ്ഞ വിഷ്ണു ഇങ്ങനെ തിടമ്പൊക്കെ ഏറ്റി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ നിന്നു. ഒരു മാസ്മരികമായ അനുഭവമായിരുന്നു. പിന്നത്തെ ചെണ്ടമേളം, 2-3 ഗ്രൂപ്പുകാർ നടത്തിയ ഒരു ചെണ്ടമേളവും നാദസ്വരവും ഒക്കെ ആയിട്ട് മനസ്സിങ്ങനെ ആഹ്ലാദം കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിപ്പോയി. ശരിക്കും ഇങ്ങനെ ആ ഏകാദശിയിൽ ഭഗവാൻ ഇങ്ങനെ എൻ്റെ നടേന്ന് പുറത്തോട്ട് വന്നിട്ട് ദർശനം തന്നൊരു ഫീലായിരുന്നു. അതാണ് സത്യവും കേട്ടോ. അപ്പോൾ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് ഭയങ്കരമാണെന്ന് ഉള്ളതിൻ്റെ ഒരു തെളിവാണ്. ഓരോ കാര്യങ്ങളും സത്യസന്ധമായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. അപ്പോൾ ഈ പറയുന്ന ഒരു കോസ്മിക് എനർജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവമെന്ന് പറയുന്ന നമ്മുടെയൊക്കെ കൂടെ തന്നെയുള്ള ആ ഒരു ഇമെൻസ് പൊട്ടൻഷ്യാലിറ്റി നമ്മളിലേക്ക് തന്നെ വരും. ആ എനർജി കൺസെപ്റ്റിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ, വെൻ വി ആർ റെഡി വിത്ത് അവർ ബോഡി ആൻഡ് മൈൻഡ്, with the energetic soul, everything will come to us in a right time, in a right way, in a right path, in a right moment. Thank you so much.